നെക്സ്റ്റ് ഇതിൽ വരുന്നത് ഒരു പ്രോബ്ലം ആണ്. ഷോ ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് വൈ സെഡ് ഐ പ്ലസ് എക്സ് സെഡ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ ജെ പ്ലസ് എക്സ് വൈ പ്ലസ് എച്ച് കെ ഈസ് കൺസർവേറ്റീവ് ആൻഡ് ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫോർ ഇറ്റ്. ഈ ഫംഗ്ഷൻ കൺസർവേറ്റീവ് ആണെന്നും അതുപോലെ തന്നെ അതിൻ്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം കൺസർവേറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻ ഉണ്ട് അല്ലേ. ഇവിടെ ഇത് 3 ഡയമെൻഷനലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 3 കണ്ടീഷൻ ചെക്ക് ചെയ്യാനുണ്ട്. എന്താണ് തിയറം ബേസ്ഡ് നമ്മൾ എങ്ങനെയാണ് കൺസർവേറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യുക? എഫ് ഈസ് കൺസർവേറ്റീവ്, ദെൻ ഡോ പി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്, ഡോ ക്യൂ ബൈ ഡോ സെഡ് ഈസ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ വൈ ആൻഡ് ഡോ ആർ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ സെഡ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷന് പി എന്താണെന്ന് എഴുതാം. പി ഈക്വൽ ടു എന്താണ് പി? ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് വൈ സെഡ് ക്യൂ. ക്യൂ എന്താണ്? ക്യൂ ഇസ് ഈക്വൽ ടു എക്സ് സെഡ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ ആൻഡ് ആർ. ആർ എന്താണ്? എക്സ് വൈ പ്ലസ് സെഡ്. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് കാണാം. ഡോ പി ബൈ ഡോ വൈ. ഡോ പി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഡോ വൈ ഓഫ് പി. പി എന്താണ്? ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് വൈ സെഡ് ഈക്വൽ ടു, ഇതിന് വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സും സെറ്റും കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ എന്ത് വരും? ഇ റൈസ് ടു എക്സ് കോസ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? മൈനസ് സൈൻ വൈ അല്ലേ. അപ്പോൾ ഈ മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ പ്ലസ് ഇതെന്ത് വരും? സെഡ്. ഡോ പി ബൈ ഡോ വൈ കിട്ടി. ഇനി നമുക്ക് ഡോ ക്യൂ ബൈ ഡോ എക്സ് കാണാം അല്ലേ. ഡോ ക്യൂ ബൈ ഡോ എക്സ് പറഞ്ഞാൽ എന്ത് വരും? ഇത് ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ക്യൂ എന്താണ്? എക്സ് സെഡ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ ഈക്വൽ ടു എക്സ് സെഡ് എന്ത് വരും? ഇതിന് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെഡും വൈയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം സെഡ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ വരും അല്ലേ. അപ്പോൾ എന്താന്ന് കിട്ടി? സെഡ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ. അപ്പോൾ ഇതും എന്താ വരുന്നത്? ഡോ പി ബൈ ഡോ വൈയും സെഡ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ അല്ലേ. മൈനസ് എക്സ് സൈൻ വൈ പ്ലസ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഡോ പി ബൈ ഇതിന് എന്ത് എഴുതാം? ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണ്. ഇനി അതുപോലെ അടുത്തത് എന്താ വരുന്നത്? ഡോ ക്യൂ ബൈ ഡോ സെഡും ഡോ ആർ ബൈ ഡോ വൈയും ഈക്വൽ ആണോ നോക്കാം. ഡോ ക്യൂ ബൈ ഡോ സെഡ്. ഡോ ക്യൂ ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ സെഡ് ഓഫ് ക്യൂ. ക്യൂ എന്താ വരുന്നത്? എക്സ് സെഡ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ ഈക്വൽ ടു, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സും വൈയും കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ എന്ത് വരും? എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ അല്ലേ. എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈന് കോൺസ്റ്റൻ്റ് ആവുകൊണ്ട് തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ എക്സ് ആണ് എന്ത് വരുന്നത്? ഇതിൻ്റെ ഡെറിവേറ്റീവ് വരുന്നത് എക്സ്. അതുപോലെ ഡോ ആർ ബൈ ഡോ വൈ. ഡോ ആർ ബൈ ഡോ വൈ എന്താ നോക്കാം. ഡോ ആർ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് ആർ. ആർ എന്താ വരുന്നത്? എക്സ് വൈ പ്ലസ് സെഡ് അല്ലേ. എക്സ് വൈ പ്ലസ് സെഡ് എന്ന് പറഞ്ഞാൽ ഇതിലും എക്സും സെഡും കോൺസ്റ്റൻ്റ് ആക്കാരം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? എക്സ് അല്ലേ. വിത്ത് റെസ്പെക്ട് ടു വൈയിലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് വരും. അപ്പോൾ നമുക്ക് എന്താ പറ്റി? ഡോ ക്യൂ ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ വൈ ആണ് അല്ലേ. therefore ഡോ ക്യൂ ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ വൈ. അപ്പോൾ 2 എണ്ണം കിട്ടി. ഇനി അതുപോലെ മൂന്നാമത്തെ കണ്ടീഷനും കൂടി നോക്കാം. ഡോ ആർ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ സെഡ് ആണോ നോക്കാം. ആ കണ്ടീഷനും കൂടി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എഫ് കൺസർവേറ്റീവ് ആണ്. തേർഡ് എന്തായിരുന്നു? ഡോ ആർ ബൈ ഡോ എക്സ്. ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇതിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ എന്ത് വരും? അവിടെ വൈയും സെഡും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് വരും? വൈ എന്നാ വരിക അല്ലേ. വൈ എന്നാ വരിക. എക്സിൻ്റെ കൂടെ ഉള്ളത് വൈ ആണ്. അപ്പോൾ വൈ എന്ന് വരും. 1 × വൈ എന്ന് വരും പ്ലസ് 0 എന്ന് വരും. അപ്പോൾ വൈ എന്ന് കിട്ടി അല്ലേ. ഡോ ആർ ബൈ ഡോ എക്സ് കിട്ടി, വൈ ആണ്. ഇനി ഡോ പി ബൈ ഡോ സെഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡോ പി ബൈ ഡോ സെഡ്. ഡോ പി ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ സെഡ് ഓഫ് പി ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് വൈ സെഡ്. വിത്ത് റെസ്പെക്ട് ടു സെഡിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈയും എക്സും കോൺസ്റ്റൻ്റ് ആയിരിക്കും.
അപ്പോൾ അത് 0 ആയി പോകും. ഇവിടെ ഉണ്ടാവും അല്ലേ, ഇവിടെ എന്താ വരിക, y തന്നെ വരിക. അപ്പോൾ നമുക്ക് എന്താ കിട്ടി, ഡോ ആർ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ സെറ്റ് ആണ് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്, ഡോ ക്യൂ ബൈ ഡോ സെറ്റ് ഇസ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ വൈ ആൻഡ് ഡോ ആർ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ സെറ്റ്, which implies f is conservative. f is conservative. ഈ നെക്സ്റ്റ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ അല്ലെ, കൺസർവേറ്റീവ് ആണെന്ന് കിട്ടി, അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതെങ്ങനെയാണ് നോക്കാം. ഇന്ന് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ പറഞ്ഞത് ഫൈ അല്ലേ, ഫൈ ഓഫ് എക്സ് വൈ സെഡ്, അതായത് സ്കേലാർ ഫംഗ്ഷൻ ആയിരുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു വെക്റ്റർ ഫീൽഡ് അല്ലേ, അതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഈസ് ഈക്വൽ ടു ദ ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഇങ്ങനെ എഴുതാമായിരുന്നു, എഫ് ഇസ് ഈക്വൽ ടു ഡെൽ എഫ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, പി ഐ പ്ലസ് ക്യൂ ജെ പ്ലസ് ആർ കെ, ദറ്റ് ഈസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ സെഡ് കെ. ഇങ്ങനെ എഴുതായിരുന്നു അല്ലേ. അപ്പോൾ ഇതൊന്നും നമ്മൾ പറഞ്ഞത് വിച്ച് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം, പി ഇസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ആണ്, അതുപോലെ തന്നെ ക്യൂ ഇസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ വൈ ആണ്, ദെൻ ആർ ഇസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ്. ഇങ്ങനെ കിട്ടിയായിരുന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിന്ന് ഈ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫൈ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, പി ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ആണ്, ഇവിടെ ക്യൂ ഇസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ വൈ ആൻഡ് ആർ ഇസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ്. അപ്പോൾ ഇതൊന്ന് ഫൈ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനെ തിരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. ഈ 3 ടേമിനെയും നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈ എന്താണെന്നുള്ളത് കിട്ടും. ക്ലിയർ. അപ്പോൾ ആ മെത്തേഡിലാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ പി തന്നിരുന്നു, എന്താണ്, പി ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് കോസ് വൈ ആണ് അല്ലേ. അപ്പോൾ പി ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ഈ ടേമിൽ നമുക്ക് എഴുതി കൊടുക്കാം. P equal to dou phi by dou x, that is P എന്താണ്, e raised to x cos y plus yz is equal to dou phi by dou x ആണ്. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. നെക്സ്റ്റ് Q അല്ലേ, Q എന്ന് പറഞ്ഞാൽ Q ഈക്വൽ ടു എന്തായിരുന്നു, ഡോ ഫൈ ബൈ ഡോ വൈ ആയിരുന്നു. നമുക്ക് എഴുതാം ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു Q ആണ്. Q എന്താണ്, എക്സ് സെറ്റ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ. ഇക്വേഷൻ നമ്പർ 2. അതുപോലെ ഡോ ഫൈ ബൈ ഡോ സെഡ് എന്താണ്, ഡോ ഫൈ ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് സെഡ് ആറായിരുന്നു, അത് 3 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഇക്വേഷൻ നമ്പർ 1 ഈ ഒരു ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. വൈയും സെഡും കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ഈ ഒരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേം കിട്ടും അല്ലേ, പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടായിരിക്കും, കാരണം വൈയും സെഡും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടാവും. ആ കോൺസ്റ്റൻറ്റ് ടേം കണ്ടെത്തലാണ് നെക്സ്റ്റ് നമ്മളുടെ ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ കോൺസ്റ്റൻറ്റ് ടേം കാണാൻ വേണ്ടിയിട്ട് ആ കിട്ടിയിട്ടുള്ള ഇക്വേഷനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ നമ്പർ 1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റിംഗ് 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് taking y and z as constant. അപ്പോൾ നമുക്ക് എന്ത് വരും, ഡോ ഫൈ ബൈ ഡോ എക്സ് എന്നുള്ളത് എന്തായിട്ട് പോകും, ഫൈ ഓഫ് എക്സ് വൈ സെഡ് അല്ലേ. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈ എന്നുള്ള ടേം ആയിട്ട് മാറും. ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ റൈസ് ടു എക്സിൻ്റെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സ് തന്നെ വരും അല്ലേ, ഇ റൈസ് ടു എക്സ് തന്നെ വരും. കോസ് വൈ കോൺസ്റ്റൻ്റ് ആണ്, പ്ലസ് വൈ സെഡ് എന്നുള്ള ടേം ഉണ്ട്. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, എക്സ് വൈ സെഡ്, എക്സ് എന്നുള്ള ടേം കൂടെ കൂടും അല്ലേ, വിത്ത് റെസ്പെക്ട് എക്സിലാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. പ്ലസ് നമുക്ക് എന്ത് കൂടെ ഉണ്ടാകും, ജി ഓഫ് വൈ സെഡ് എന്നുള്ള ഒരു കോൺസ്റ്റൻ്റ് ടേം കൂടെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഒരു കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ജി ഓഫ് വൈ സെഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ ആക്കി എഴുതുകയാണ്. ഇൻ ടേംസ് ഓഫ് വൈയിലും സെഡിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും നമുക്കുണ്ടായി. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ലാസ്റ്റ് ടേം അല്ലേ, അതായത് ജി ഓഫ് വൈ സെഡ് നമുക്കൊരു ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു ഇക്വേഷനെ വീണ്ടും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. അപ്പോൾ അത് 1 2 3 3 ഇക്വേഷൻ എഴുതിയ ഇത് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷനിൽ എഴുതിയതാണ്. അതായത് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്നുള്ള ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ 3 കണ്ടീഷൻ എഴുതിയത്. അപ്പോൾ
അപ്പോൾ ഇതിൽ ഫസ്റ്റ് കണ്ടീഷൻ, അതായത് ഫസ്റ്റ് ഇക്വേഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈ എന്നുള്ള പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കിട്ടി അല്ലേ. ഫൈ ഓഫ് എക്സ് വൈ സെറ്റ് ആണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പക്ഷേ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ടേം ഉണ്ട്, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. ഇതും കൂടെ നമുക്ക് കണ്ടെത്തി കഴിയും. ഇതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ, ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ കിട്ടിയിരിക്കുന്ന ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് വരും, ഡോ ഫൈ ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡോ ഫൈ ബൈ ഡോ വൈ ഇക്വൽ ടു ഇ റൈസ് ടു എക്സ് കോസ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്തൊരു മൈനസ് സൈൻ വൈ അല്ലേ. അപ്പോൾ മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ പ്ലസ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് സെറ്റ് എന്ന് വരും, പ്ലസ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊരു ഡോ ജി ബൈ ഡോ വൈ അല്ലേ, റെസ്പെക്ട് ടു വൈയിലാണ് ചെയ്യുന്നത്, ഡോ ജി ബൈ ഡോ വൈ വരും. പിന്നെ ഇക്വേഷൻ നമ്പർ 5 കൊടുക്കും. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 5ഉം 2ഉം അല്ലേ, ഡോ ഫൈ ബൈ ഡോ വൈ ആണ്, ഡോ ഫൈ ബൈ ഡോ വൈ ആണ്. അതായത് ഫ്രം 2 and 5 ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തെഴുതാം, ഡോ ഫൈ ബൈ ഡോ വൈ ഇതിൻ്റെ LHS തമ്മിൽ ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ RHSലെ ടേമും എന്തായാലും ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ എന്ത് വരുന്നത്, എക്സ് സെറ്റ് ഉണ്ട്, എക്സ് സെറ്റ് ആണ്, മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ ഉണ്ട്, മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ ഉണ്ട്, പ്ലസ് ഒരു ഡോ ജി ബൈ ഡോ വൈ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് എഴുതാം, ഡോ ജി ബൈ ഡോ വൈ ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലേ. ഡോ ജി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള പറഞ്ഞാൽ എന്താ മീനിങ്, ഡോ ജി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ 0 പറഞ്ഞാൽ ജി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ജി എന്ന് പറഞ്ഞാൽ വൈയിലും സെറ്റിലും ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ 0 ആണെന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും വരിക, ഒരു സെറ്റിൽ മാത്രമുള്ള ഫംഗ്ഷൻ ആവില്ലേ ജി. ജി എന്ന് പറഞ്ഞാൽ വൈയിലും സെറ്റിലും ഉള്ള ഫംഗ്ഷൻ ആണ്. പക്ഷേ അതിൻ്റെ ഡെറിവേറ്റീവ് ഇപ്പോൾ നമുക്ക് കിട്ടി, വൈയിലുള്ള ഡെറിവേറ്റീവ് 0 ആണെന്ന് കിട്ടിയാൽ പിന്നെ ഫംഗ്ഷൻ എന്തായിരിക്കും, സെറ്റിൽ മാത്രമുള്ള ഡെറിവേറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ജി ഓഫ് വൈ സെറ്റ് എന്നുള്ളത് എന്തായിട്ട് മാറും, ഒരു വേറൊരു ഫംഗ്ഷൻ ആയിട്ട് മാറും. അത് നമുക്ക് അതിന് സം എച്ച് ഓഫ് സെറ്റ് എന്ന് എന്തെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് എന്ത് എഴുതാം, ജി ഓഫ് വൈ സെറ്റ് ഈ ഫംഗ്ഷനെ എന്തായിട്ട് മാറി, സം എച്ച് ഓഫ് സെറ്റ് എന്ന് എഴുതാം. ക്ലിയർ. അപ്പോൾ നമ്മൾ ഈ എഴുതിയത്, അതായത് ഇക്വേഷൻ നമ്പർ 4ൽ ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് എക്സ് വൈ സെറ്റ് പ്ലസ് ജി ഓഫ് വൈ സെറ്റ് എന്നുള്ളതിന് പകരം എന്തെഴുതാം, എച്ച് ഓഫ് സെറ്റ് എന്ന് എഴുതാം. ഓക്കെ, എന്തെഴുതാം, എച്ച് ഓഫ് സെറ്റ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് phi of x y z equal to e raised to x cos y plus x y z plus g of y z x എന്നുള്ള പ്ലേസിൽ എന്ത് എഴുതാം, h of z എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 6 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ കിട്ടിയിരിക്കുന്ന 6നെ വിത്ത് റെസ്പെക്ട് ടു സെഡിൽ വീണ്ടും പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് ഡോ ഫൈ ബൈ ഡോ സെറ്റ്, ഡോ ഫൈ ബൈ ഡോ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്ത് വരും, ഇത് 0 ആയി പോകും അല്ലേ. ഇത് എക്സും വൈയും കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എന്തുണ്ടായിരിക്കും, എക്സ് വൈ ഉണ്ടായിരിക്കും. എക്സ് വൈ പ്ലസ് എച്ച് ഓഫ് സെറ്റ് എഴുതാം, ഡി എച്ച് ബൈ ഡി സെറ്റ് അല്ലേ. കാരണം ഇവിടെ ഒരു ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേഷൻ വേണ്ട, സാധാരണ എഴുതിയാൽ മതി അല്ലേ. ഡി എച്ച് ബൈ ഡി എസ് സെറ്റ് എന്ന് എഴുതിയാൽ 2 ടേമില്ല, ഒറ്റ ടേമിൻ്റെ ഉള്ളൂ, ഡി എച്ച് ബൈ ഡി സെറ്റ് എന്നുണ്ട്. അപ്പോൾ ഡോ ഫൈ ബൈ ഡോ സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് ഡി എച്ച് ബൈ ഡി സെറ്റ്. ഇതിനെ നമ്മൾ ഏതുമായിട്ട് കമ്പയർ ചെയ്യാം, ഇവിടെ ഇതിന് ഇക്വേഷൻ നമ്പർ 7 എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ 7ഉം 3ഉം കമ്പയർ ചെയ്യാം അല്ലേ. 3ഉം 7ഉം എന്തായിരുന്നു, ഡോ ഫൈ ബൈ ഡോ സെറ്റും ഡോ ഫൈ ബൈ ഡോ സെറ്റ് LHS ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് RHS തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്തെഴുതാം, എക്സ് വൈ ഈക്വൽ എക്സ് വൈ പ്ലസ് സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് ഡി എച്ച് ബൈ ഡി സെറ്റ് എന്ന് എഴുതാം. ഇതിന് എന്തെഴുതാം, ഈ ടേമും ഈക്വൽ ആണ്. അപ്പോൾ എന്തായാലും സെറ്റും ഈ ടേമും എന്താണ്, ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് എന്തെഴുതാം, വിച്ച് ഇംപ്ലൈസ് ഡി എച്ച് ബൈ ഡി സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിന് എച്ച് എന്തെഴുതാം, എച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തൊരു സെറ്റിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എച്ചും കിട്ടി എന്താണ്, സെറ്റ് സ്ക്വയർ ബൈ 2 പ്ലസ് സി ആണ്. ക്ലിയർ ആയില്ലേ. അപ്പോൾ നമ്മൾ ഈ കിട്ടിയിരുന്നതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വിത്ത് റെസ്പെക്ട് ടു സെറ്റിൽ. ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്തു, പിന്നെ സെറ്റിൽ ചെയ്തു. നമ്മൾ ചെയ്യുന്നത് ഈ ഒരു 2, 3 നമ്മൾ ഫസ്റ്റ് എഴുതി വെച്ച ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിത്ത് റെസ്പെക്ട് ടു വൈയിലും സെറ്റിലും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ആദ്യം വൈയുമായിട്ട് കമ്പയർ ചെയ്തു, അതിൽ നിന്ന് നമുക്ക് ജി ഓഫ് വൈ സെറ്റ് എന്നുള്ള ഫംഗ്ഷൻ കിട്ടി. വീണ്ടും നമ്മൾ ഡോ ഫൈ ബൈ ഡോ സെറ്റുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ എച്ച് ഓഫ് സെറ്റ് എന്നുള്ള ഫംഗ്ഷൻ എച്ച് എന്താണെന്ന് കിട്ടി, സെറ്റ് സ്ക്വയർ ബൈ 2 പ്ലസ് സി ആണ് കിട്ടി. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ കൊടുക്കാം അല്ലേ. എച്ച് ഓഫ് സെറ്റ് എന്താ കിട്ടിയത്, സെറ്റ് സ്ക്വയർ ബൈ 2 പ്ലസ് സി ആണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഫംഗ്ഷൻ φ
ഫൈ ഓഫ് എക്സ് വൈ സെറ്റ്. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആയിരുന്നു നമുക്ക് ലാസ്റ്റ് വേണ്ടിയിരുന്നത്. അതെന്താന്ന് കിട്ടിയപ്പോൾ ഫൈ ഓഫ് എക്സ് വൈ സെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു phi of x y z is equal to e raised to x cos y plus y z plus h of z. h of z ഇപ്പോൾ എന്താ കിട്ടിയത്? z സ്ക്വയർ ബൈ 2 പ്ലസ് സി അല്ലേ. അപ്പോൾ നമുക്ക് പ്ലസ് സി ഒരു ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റും കൂടെ ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ തന്നെ കിട്ടി. പ്ലസ് സി എന്നുള്ള ഒരു ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് എന്ത് വരുന്നത്? പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ വരുന്നത്. ക്ലിയർ? അപ്പോൾ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്നുള്ള ഈ ഒരു കണ്ടീഷനിൽ പിയും ക്യൂവും ആറും എന്താണെന്ന് എഴുതുക. അതിന് ഫസ്റ്റ് നമ്മൾ പിന്റെ ടേമിൽ, അതായത് പി ഇസ് ഈക്വൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ടേം കിട്ടും. ആ ടേമിനെ വീണ്ടും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഇടും, വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇടും, പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ തന്നെ കിട്ടും. ഇവിടെ phi of x y z is equal to e raised to x cos y plus x y z plus z square by 2 plus c എന്നുള്ളതാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇത് കൺസർവേറ്റീവ് ആണെന്നുള്ളതാണ് അല്ലേ. കൺസർവേറ്റീവ് അല്ല എന്നുള്ളതിനൊരു എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് ദ ഫീൽഡ് എഫ് ഇസ് ഈക്വൽ ടു z പ്ലസ് വൈ ഐ പ്ലസ് z j പ്ലസ് വൈ പ്ലസ് എക്സ് കെ ഇസ് നോട്ട് കൺസർവേറ്റീവ്. കൺസർവേറ്റീവ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് കണ്ടീഷൻ, 3 കണ്ടീഷൻ ആയിരുന്നു. ഡോ പി ബൈ ഡോ വൈയും ഡോ അപ്പോൾ നമുക്ക് 3 കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി അല്ലേ. അതായത് ഡോ പി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്, ഡോ ക്യൂ ബൈ ഡോ സെറ്റ് ഇസ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ വൈ ആൻഡ് ഡോ ആർ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ സെറ്റ് അല്ലേ. ഈ ഒരു 3 കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എഫ് തന്നിട്ടുണ്ട്. അതിന് പി എന്ത് എഴുതാം? പി ഇസ് ഈക്വൽ ടു സെഡ് പ്ലസ് വൈ ആണ്. ആൻഡ് ക്യൂ ഇസ് ഈക്വൽ ടു സെഡ്, ആർ ഇസ് ഈക്വൽ ടു വൈ പ്ലസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഡോ പി ബൈ ഡോ വൈ, ഡോ പി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? സെഡിൻ്റെ 0 ആണ്, 0 പ്ലസ് 1 അല്ലേ, 1 ആണ് വരിക. അതുപോലെ ഡോ ക്യൂ ബൈ ഡോ എക്സ്, ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0 വരും അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എന്ത് എഴുതാം? ക്ലിയർലി എഫ് ഈസ് നോട്ട് കൺസർവേറ്റീവ് അല്ലേ. കൺസർവേറ്റീവ് എന്ന് എഴുതാം. കാരണം എന്താ? ഇവിടെ ഹിയർ ഡോ പി ബൈ ഡോ വൈ നോട്ട് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്, ക്യൂ ബൈ ഡോ എക്സ്. ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലേ. അതുകൊണ്ട് എഫ് എന്തല്ല? കൺസർവേറ്റീവ് അല്ല എന്ന് എഴുതാം. ക്ലിയർ? ഈ വരുന്നത് പാത്ത് ഇൻഡിപെൻഡൻസ് ആൻഡ് കൺസർവേറ്റീവ് ഫീൽഡ് ആണ്. അതിൽ 2-3 തിയറം വരുന്നുണ്ട്. അപ്പോൾ ആദ്യം പാത്ത് ഇൻഡിപെൻഡൻസ് എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് ആണ് പാത്ത് ഇൻഡിപെൻഡൻസ് ആൻഡ് കൺസർവേറ്റീവ് ഫീൽഡ്. ഡെഫിനിഷൻ: let F be a field defined on an open region R in a space, and suppose that for any 2 points A and B in R, the value of the line integral from A to B is same for every path in R from A to B. Then the integral over C F dot dr is path independent in R. Path independence എന്നുള്ളത് ഉദ്ദേശിക്കുന്നതാണ് ഒരു റീജിയൻ ആർ എന്നുള്ളൊരു റീജിയൻ ഉണ്ട്. ഓക്കെ, എഫ് ബി എ ഫീൽഡ് ഡിഫൈൻഡ് ഓൺ ആൻ ഓപ്പൺ റീജിയൻ ആർ ഇൻ എ സ്പേസ്, ആൻഡ് സപ്പോസ് ദാറ്റ് ഫോർ എനി 2 പോയിന്റ്സ്, ഇതിനകത്ത് ഏത് 2 പോയിന്റ് എ ബി എന്നുള്ള ഏത് പോയിന്റും എയും ബി എന്തായിരിക്കും? ഓർഡർ പെയർ ആയിരിക്കും. അപ്പോൾ ഓർഡർ പെയർ ആയിരിക്കും വരിക. ദ വാല്യൂ ഓഫ് ദി ലൈൻ ഇൻറ്റഗ്രൽ ഫ്രം എ ടു ബി, എയിൽ നിന്നും ബിയിലേക്കുള്ള ആ ഒരു ഇൻറ്റഗ്രൽ വാല്യൂ, അതായത് ഇൻറ്റഗ്രൽ എ ടു ബി, ഇങ്ങനെയാണ് നമ്മൾ ഇൻറ്റഗ്രൽ എഴുതുക എഫ് ഡോട്ട് ഡി ആർ അല്ലേ. ഇത് എന്തിനോട് ഈക്വൽ ആണെന്ന്? ഈ സെയിം ഫോർ എവരി പാത്ത് ഇൻ ആർ. അതിപ്പോൾ നമ്മൾ സപ്പോസ് 2 പാത്ത് എടുക്കാന്ന് ചോദിച്ചാൽ, ഇവിടെ C1 ഉള്ളതും C2, എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു പാത്താണ് C1, അതുപോലെ തന്നെ എയിൽ നിന്നും ബിയിലേക്കുള്ള മറ്റൊരു പാത്താണ് C2. അതുപോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരക്കാം അല്ലെ, എയിൽ നിന്ന് ബിയിലേക്കുള്ള പാത്ത്. അതായത് ഇത് ഏത് പാത്ത്, എത്ര പാത്ത് ഡിഫറെൻറ്റ് പാത്താണെന്നുണ്ടെങ്കിലും ഈ പാത്തൊക്കെ എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? എയിൽ നിന്നും ബിയിലേക്കുള്ള ലൈൻ ഇൻറ്റഗ്രലിനോട് ഈക്വൽ ആണ്. അതാണ് പാത്ത് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡിഫറെൻറ്റ് എത്ര ടൈപ്പ്, ഈ എയിൽ നിന്നും ബിയിലേക്ക് എത്താൻ എത്ര ടൈപ്പ് പാത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് എന്തിനോട് ഈക്വൽ ആണ്? ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ, അതിൻ്റെ ഇൻറ്റഗ്രലിനോട് ഈക്വൽ ആണ്. ക്ലിയർ? ഇനി ഇത് വെച്ചിട്ടുള്ളൊരു തിയറം വരുന്നുണ്ട്. അതായത് ഇൻറ്റഗ്രൽ ഓവർ C1 C2 എന്നുള്ള ഡിഫറെൻറ്റ് പാത്ത് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇൻറ്റഗ്രൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും.
ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ സി ടു എഫ് ഡോട്ട് ഡി ആർ ആയിരിക്കും. ഓക്കെ, ഡിഫറെൻറ്റ് പാത്ത് ആയിക്കോട്ടെ, പക്ഷെ ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇതാണ് പാത്ത് ഇൻഡിപെൻഡൻസ് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന തിയറാണ് തിയറം 1, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലൈൻ ഇൻറ്റഗ്രൽസ്. ഇത് ഇമ്പോർട്ടൻറ്റ് തിയറാണ്. അത് 2 ഡയമെൻഷനിലും വരുന്നുണ്ട്, 3 ഡയമെൻഷനിലുള്ള രണ്ടിലുള്ള കേസ് പറയുന്നുണ്ട്. തിയറം നോക്കാം. ഇപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം നോക്കും. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലൈൻ ഇൻറ്റഗ്രൽസ് ഇത് 2 സ്പേസിൽ വരുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ എക്സ്റ്റൻഷൻ തന്നെ 3 സ്പേസിൽ വരുന്നതുണ്ട്. 2 സ്പേസിൽ നോക്കാം. സപ്പോസ് C is a path in an open region of the xy plane and defined by r of t is equal to x of t I plus y of t j is conservative vector field in R and phi is a potential function for f, then integral over C f dot dr is equal to integral over C del phi dot dr equal to phi of b minus phi of a. വേർ എ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഓഫ് എ വൈ ഓഫ് എ എന്നുള്ള പെയറും ബി എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ബി വൈ ഓഫ് ബി എന്നുള്ള ഓരോ പെയറുമായിട്ടാണ്. അതായത് നമ്മൾ ഫണ്ടമെന്റൽ തിയർ എങ്ങനെയാണ് പറയാനുള്ളത്, സാധാരണ പറയുന്നുണ്ടെങ്കിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ളതാണ് ഇൻറ്റഗ്രേഷൻ്റെ കേസിൽ പറയാനുള്ളത് അല്ലേ. ഇവിടെ ലൈൻ ഇൻറ്റഗ്രൽ ആവുകൊണ്ട് തന്നെ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ്. ഇതിൽ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ഫൈ ആണ്, ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പം നമുക്ക് എഫ് കൺസർവേറ്റീവ് ആണെന്ന് അറിയാം അല്ലേ. എഫ് കൺസർവേറ്റീവ് ആണ് തിയറത്തിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈ ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ ഈസ് ഈക്വൽ ടു എഫ് എന്നുള്ള കൺസെപ്റ്റും അറിയാം. അപ്പോൾ നമുക്ക് എഴുതാം, സിൻസ് എഫ് ഈസ് കൺസർവേറ്റീവ് ആൻഡ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ, നമുക്ക് എങ്ങനെ എഴുതാം, ഫൈ ഈസ് എ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് എഫ്, ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എഴുതാം അല്ലേ. ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 വേരിയബിൾ ആവുകൊണ്ട് രണ്ടെണ്ണം ഉണ്ടാവും, ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ. ആൾസോ നമുക്ക് തന്നിട്ടുണ്ട് ആർ ഓഫ് ടി എന്നുള്ളതാണ് ഉള്ള പാത്ത്. എന്താണ് ആർ ഓഫ് ടി എന്നുള്ള ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ ആണ്. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ ആണ്. അതിന് ഡി ആർ ബൈ ഡി ടി കാൽക്കുലേറ്റ് ചെയ്യാം. ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ എന്ന് വരും. ഓക്കെ, നമുക്ക് സി എന്നുള്ളതാണ് കർവ് തന്നിട്ടുള്ളത് അല്ലേ. സി എന്നുള്ളതാണ് നമ്മുടെ പാത്ത് തന്നിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ആ കർവിലൂടെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ എന്തായിരിക്കും, ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആയിരിക്കും അല്ലേ. അലോങ് ദി കർവ് സി ഫൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ് അല്ലേ. ടിയിലുള്ളൊരു ഫംഗ്ഷനാണ് വരിക. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഡി ഫൈ ബൈ ഡി ടി. ഡി ഫൈ ബൈ ഡി ടിനെ എങ്ങനെ എഴുതാം, ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ടി പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി എന്ന് എഴുതാം. ചെയിൻ റൂൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി ഫൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാം നമുക്ക്, ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ ഡോട്ട് ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ, ഡി വൈ ബൈ ഡി ടി ജെ എഴുതാം അല്ലേ. കാരണം ഇത് രണ്ടും പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് വരും അല്ലേ. ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. അപ്പോൾ ഇതെന്താണ്, ഡെൽ ഫൈ ആണ് അല്ലേ. ഡെൽ ഫൈ അല്ലേ വരുന്നത്, ഡെൽ ഫൈ ഡോട്ട് ഇതെന്താണ്, ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ എന്ന് പറഞ്ഞാൽ ഡി ആർ ആണ് അല്ലേ. വിത്ത് റെസ്പെക്ട് ടു ആറിലാണ് ഡി ആർ ബൈ ഡി ടി ആണ് വരുന്നത്, ഡി ആർ ബൈ ഡി ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡി ഫൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ഡോട്ട് ഡി ആർ ബൈ ഡി ടി. ഡെൽ ഫൈന് നമുക്ക് എന്ത് എഴുതാം, എഫ് എന്ന് എഴുതാം അല്ലേ. എഫ് കൺസർവേറ്റീവും പൊട്ടൻഷ്യൽ ഫൈ ആണെന്നുണ്ടെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എഴുതാം നമ്മൾ പറഞ്ഞു. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡി ഫൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി എന്ന് കിട്ടി. ഇനി നമുക്ക് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ, ഇവിടെ എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി എന്താ കിട്ടിയിട്ടുള്ളത്, ഡി ഫൈ ബൈ ഡി ടി ആണ്. അത് ആലോചിച്ച് നോക്കുക, എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ഫൈ ബൈ ഡി ടി ആണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ integral over C f dot dr that is equal to integral C
സി എന്നുള്ളത് നമ്മൾ എഴുതാൻ ടി എന്നുള്ളതാണ് നമ്മളെ വേരിയബിൾ അല്ലേ. അപ്പോൾ ടി ഈക്വൽ ടു എ ടു ടി ഈക്വൽ ടു ബി, എ ടു ബി എന്നാകും. എഫ് ഡോട്ട് ഡി ആറിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി ടി എന്ന് എഴുതാം അല്ലേ. ഡി ടി ഡി ടി ക്യാൻസൽ ഡി ആർ തന്നെ, എഫ് ഡോട്ട് ഡി ആർ തന്നെ എഴുതാം. ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി. അപ്പോൾ നമ്മൾ കണ്ടെത്തി എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഡി ഫൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയതാണ് ഡി ഫൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ആണ്. അപ്പോൾ എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, ഡി ഫൈ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ഈക്വൽ ടു, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈയിലുള്ള ഒരു ഫംഗ്ഷനാണ് വരിക അല്ലേ. ഫൈ ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി എന്ന് വരും അല്ലേ. കാരണം എക്സും വൈ എന്താണ്, ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫൈ ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഫ്രം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ ഫൈ ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഫ്രം എ ടു ബി അല്ലേ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ എഴുതാം അല്ലേ. ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇന്നെന്ത് എഴുതാം, ഫൈ ഓഫ് എക്സ് ഓഫ് ബി വൈ ഓഫ് ബി എന്ന് വരും. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഓഫ് ബി വൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എക്സ് ഓഫ് എ വൈ ഓഫ് എ എന്ന് വരും. ഫൈ ഓഫ് എക്സ് ഓഫ് ബി വൈ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈ ഓഫ് ബി അല്ലേ മൈനസ് ഫൈ ഓഫ് എ എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ. ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ. അപ്പോൾ എന്താണെന്ന് കിട്ടി, ഫണ്ടമെൻ്റൽ തിയറം, ലൈൻ ഇൻറ്റഗ്രൽ ഫണ്ടമെൻ്റൽ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലൈൻ ഇൻറ്റഗ്രൽ ഓൾസോ സാറ്റിസ്ഫൈസ് ദ ഫണ്ടമെൻ്റൽ തിയറം. ഫണ്ടമെൻ്റൽ തിയറം എന്താ പറയുന്നത്, ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, നമുക്കറിയാം എഫ് കൺസർവേറ്റീവ് ആണ്, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഓഫ് എഫ് എന്താണ്, ഫൈ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, പൊട്ടൻഷ്യൽ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ആണ് എന്നുള്ളത് ഈ ഒരു കൺസെപ്റ്റിന് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ആർ ഓഫ് ടി തന്നിരുന്ന എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ ആണെന്ന്, അതിൽ നിന്ന് നമ്മൾ ഡി ആർ ബൈ ഡി ടി കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ സി എന്നുള്ള കർവിലൂടെ ഫൈ ടി എന്നുള്ളൊരു വേരിയബിളിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ. കാരണം ഫൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി, എക്സ് ഓഫ് ടി വൈ ഓഫ് ടി എന്നുള്ളതാണ്. കാരണം ഫൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫൈ എന്താണ്, ഫൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് ടിയും വൈ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അതായത് ഫൈ ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ആണ് ഫംഗ്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡി ഫൈ ബൈ ഡി ടി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഡി ഫൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി എന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, അതിനെ രണ്ട് വെക്റ്ററിൻ്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാം. അതായത് ഡി ഫൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു, നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും, ഡെൽ ഫൈ ഡോട്ട് ഡി ആർ ബൈ ഡി ടി, ദാറ്റ് ഈസ് എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി കിട്ടി. ഈ എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി എന്നുള്ളതിന് നമ്മൾ എന്ത് കൊടുക്കും, ഡി ഫൈ ബൈ ഡി ടി എന്ന് കൊടുത്തിട്ട് ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ എന്ന് കിട്ടും. ക്ലിയർ? ഇതാണ് 2 ഡയമെൻഷനിൽ വരുന്നത്. ഇനി 3 ഡയമെൻഷനിലാകുമ്പോൾ എന്താ ചേഞ്ച് വരിക നോക്കാം. സി എന്നുള്ളത് ഒരു സ്പേസ് ആയിരിക്കും അല്ലേ. സി ഈസ് എ പീസ് വൈസ് സ്മൂത്ത് സ്പേസ് എന്നാണ് പറയുന്നത്. പീസ് വൈസ് സ്മൂത്ത് സ്പേസ് ആണ്. സ്മൂത്ത് ആണെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കണ്ടിന്യൂസ് ആവണം, ആ കണ്ടീഷനായിരുന്നു സ്മൂത്ത് എന്ന് പറഞ്ഞാൽ. പീസ് വൈസ് സ്മൂത്ത് പറയുമ്പോൾ അപ്പോൾ നമ്മൾ എന്താ, ഓരോ ടേമിനെയും കണ്ടിന്യൂസ് ആയിട്ട് ടേമിനെയും നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തിട്ട് കൊണ്ടുവരിക. അതാണ് പീസ് വൈസ് സ്മൂത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം 3 സ്പേസിൽ പറയുമ്പോൾ സി ഈസ് എ പീസ് വൈസ് സ്മൂത്ത് സ്പേസ് ആണ്, കർവ് ആണെന്നുള്ളൂ സ്പേസിലുള്ള. അതുപോലെ തന്നെ അപ്പോൾ ആർ ഓഫ് ടി എന്തായിരിക്കും, ആർ ഓഫ് ടി സികളുടെ എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെറ്റ് ഓഫ് ടി കെ എന്നുണ്ടായിരിക്കും. ആൻഡ് എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ള ഫംഗ്ഷൻ എന്തായിരിക്കും, പി ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് ആർ ഓഫ് എക്സ് വൈ സെഡ് കെ ആയിരിക്കും അല്ലേ. ഇനി നമുക്ക് കൺസർവേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ സി ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ സി ഡെൽ ഫൈ ഡോട്ട് ആർ ഡി ആർ സി ഈക്വൽ ടു ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ ആണ്. വേർ എ ഇസ് ഈക്വൽ ടു എ എന്ത് വരും, എക്സ് ഓഫ് ബി വൈ ഓഫ് ബി സെഡ് ഓഫ് ബി എന്നുണ്ടാവും അല്ലേ. സെഡ് ഓഫ് എക്സ് ഓഫ് ബി വൈ ഓഫ് ബി സെഡ് ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ബി വൈ ഓഫ് ബി ഇവിടെ എന്തുണ്ടായിരിക്കും, സെഡ് ഓഫ് ബി എന്നുണ്ടാവും. അപ്പോൾ ഇതാണ് 3 ഡയമെൻഷൻ ആകുമ്പോൾ വരുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് 3Dയിലാകുമ്പോൾ ഒരു സെഡ് എന്നുള്ള വേരിയബിളും കൂടെ എക്സ്ട്രാ ഉണ്ടാവുന്നുള്ളൂ. നമ്മൾ സി എന്ന് എടുക്കുന്നത് പീസ് വൈസ് സ്മൂത്ത് കർവ് ആണ്.